നമസ്കാരം മനേട്ടാ. വണക്കം. വണക്കം. പറ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോകുന്നു. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റേജ് ഷോ ഒക്കെ തുടങ്ങി, നല്ല ആക്റ്റീവായിട്ട് പോകുന്നു. ഓക്കെ. മണിച്ചേട്ടൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാമുകൾ വിദേശത്തൊക്കെ രാജേഷ് ഒരുപാട് ഷോകൾ മണിച്ചേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ട്. മണിച്ചേട്ടനായിട്ടുള്ള ജീവിതത്തിലുള്ള ആ ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും രാജേഷിൻ്റെ മനസ്സിലുണ്ടോ? അനുഭവം എന്ന് പറയുന്നതിൽ അപ്പുറത്ത് ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് ഒരു മീഡിയയിലും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. പക്ഷെ ഇപ്പം എനിക്കത് പറയാം. കാര്യം നമ്മളൊക്കെ മണിച്ചേട്ടനെ അത്രയും ഒരു വീട്ടിൽ അച്ഛനമ്മ കഴിഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടാവും. നമ്മളെ അച്ഛനമ്മയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്. അതുപോലെ സ്നേഹിച്ചതാണ് മണിച്ചേട്ടനെ. അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷെ അത് നമ്മളെ സി ബി ഐ വിളിച്ച് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുക, 1, 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ അനിയൻ തന്നെ, മണിച്ചേട്ടൻ്റെ അനിയൻ തന്നെ അത് വരുത്തിച്ചു. ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാര്യം ഞാൻ ഒരു ദിവസം രാവിലെ പോയിട്ട് 5 മണിക്ക് എന്നെ വിട്ട് CBI ന്ന്. ഓക്കെ. അത് ഭയങ്കര ഒരു സങ്കടം. ഞാൻ എന്നെ വർഷിക്കുക അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു നമ്മളങ്ങനെ ഒരു തെറ്റിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴല്ലേ നോക്കും. അല്ല, ഒരു അത്തരത്തിലൊരു മോശം കലാകാരനാണെങ്കിൽ ഒരു മണിച്ചേട്ടൻ ഒരു 12 വർഷമൊന്നും ഒരാളെ ഒരു ഷോകളിൽ കൊണ്ടുകിടക്കില്ലല്ലോ. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയ, അമേരിക്ക, അതുപോലെ തന്നെ ഇപ്പം പുറത്താണെങ്കിൽ പോലും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പം നമ്മുടെ ആവശ്യം കാണത്തില്ല. മണിച്ചേട്ടൻ ചെന്ന് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ തന്നെ ഒരു പുലിയാണ്, അതിൻ്റെ നമ്മുടെ ഒന്നും ആവശ്യമില്ല. അപ്പം സ്പോൺസറൊക്കെ പറയും എൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റും കൂടെ ഉണ്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ മസ്കറ്റോ അങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിലേക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു ഏറ്റവും കൂടുതൽ ലണ്ടനിൽ പോയിരിക്കുന്ന, ലണ്ടനിൽ തന്നെ ഒരു 5 തവണ കണ്ട് മണിച്ചേട്ടനായിട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് 2015 വരെ പോയിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയൊരു സങ്കടമായിരുന്നു. കാര്യം ഞാൻ എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളിങ്ങനെയൊന്നും നമ്മളെ സംശയിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ കണ്ട് കാശ് കൊണ്ടുപോയി എന്തൊക്കെയാണ്. ഓക്കെ. ഭയങ്കര സങ്കടം. മണിച്ചേട്ടൻ കിടന്നുറങ്ങുമ്പോൾ മണിച്ചേട്ടൻ്റെ പാടിയ പാട്ടുകൾ ടേപ്പ് റെക്കോർഡിലോ ഹെഡ്ഫോണിലോ വെച്ച് കേട്ടാണ് കിടന്നുറങ്ങാറുള്ളത്? തീർച്ചയായിട്ടും. ആ മണിച്ചേട്ടൻ്റെയൊക്കെ ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നു മണിച്ചേട്ടനോട് പുറത്ത് പോകുമ്പോൾ ഞാനാണ് മണിച്ചേട്ടൻ്റെ കൂടെ കിടക്കുന്നത്. എൻ്റെ കൂടെ ഒരു നമ്മുടെ സഹപ്രവർത്തകൻ രാഹുലുണ്ട്. അപ്പോൾ അവൻ മാറിക്കിടക്കും. ഞാനും മണിച്ചേട്ടനും ഒരു കെട്ടില്ല. അപ്പോൾ ആ കട്ടിലിൻ്റെ തലപ്പത്ത് ചെറിയൊരു ടേബിൾ കണ്ട, ആ ടേബിളിൽ മണിച്ചേട്ടനൊരു ചെറിയൊരു ടേപ്പ് റെക്കോർഡറുണ്ട്. അതിങ്ങനെ CD ഇട്ട് വർക്ക് ചെയ്യുന്ന, അതിട്ടിട്ട് ഈ മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ്. അത് ചെറിയൊരു ഓളിയത്തിൽ, ഹെഡ്ഫോണല്ല, അതിങ്ങനെ വെച്ചേക്കും. ചെറിയൊരു ബോക്സ് ഉണ്ട്, 2 ബോക്സ് ഉണ്ട്, കുഞ്ഞു ബോക്സ്. അത് വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കും. അത് എപ്പം നമ്മൾ ഉറങ്ങിപ്പോകുന്നു, എപ്പം മണിച്ചേട്ടൻ. പക്ഷേ രാവിലെ എഴുന്നേക്കുമ്പോൾ മണിച്ചേട്ടൻ ഞങ്ങൾക്ക് 3 പേർക്കും കോഫി റെഡിയാക്കി വെച്ചിട്ട് നേടാ കഴിക്കടാ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു സമയം നമുക്കൊരിക്കലും മറക്കാം. ഇനി അത് നമുക്ക് കിട്ടത്തുമില്ല അങ്ങനൊരു സമയം. അത് ഭയങ്കരമായിരുന്നു. കാര്യം നമ്മൾ ചിലപ്പോൾ നമ്മളെ വിളിക്കും ഇങ്ങനെ, നീ എവിടെടാ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മൾ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഒന്ന് മാറിയാൽ കൃത്യമായിട്ട് പുള്ളിക്കറിയാൻ പറയും അല്ലേ, എന്തൊക്കെയാടാ എന്ന് ചോദിക്കും. ആ പറയും ഇങ്ങനെയാണ്, നീ ഇങ്ങോട്ട് വാ പറയും. അങ്ങനെ ഒരു ഭാഗത്ത് നമുക്ക് വളരെ പല കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിരുന്നൊരു, പിന്നെ പ്രോഗ്രാമിന് പോവുകയും പിന്നെ ഒരു ബലമായിരുന്നു. അപ്പം മണിച്ചേട്ടൻ്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ബലമായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളെ ഈ CBIയും ഒരു പോലീസും ഒക്കെ വിളിച്ച് വീട്ടിൽ പ്രശ്നം, നമ്മളെ കൊണ്ട് വലിയൊരു വീട്ടുകാർ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു പോയി. കാര്യം CBI വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ഒരു വാക്കിലങ്ങ് പറയാം. പക്ഷെ അത് രാവിലെ പോയി നിന്ന് നാദർഷിക്ക ഉണ്ടായിരുന്നു, ഒരു ദിവസം നാദർഷിക്കയുടെ ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ നമുക്ക് മണിച്ചേട്ടൻ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താ സ്റ്റേജിൽ പുലി, സ്റ്റേജല്ല പുലിയെന്നല്ല പറയാം. ഇന്ത്യൻ സിനിമയിൽ സത്യം ഇത് മണിച്ചേട്ടനെ ഒന്ന് വിനായകൻ, അതെ ജയിലർ പോലുള്ള പടങ്ങളൊക്കെ തിളങ്ങി. തീർച്ചയായിട്ടും അതുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വലിയ കലാകാരനാണ് അല്ലേ മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം. പാട്ടിന് മണിച്ചേട്ടൻ ഇറങ്ങിയ ശരിക്കും പറഞ്ഞാൽ പിന്നെ അവിടെ ആരും പാടണ്ട. കറക്റ്റാണ്. മിമിക്രി. അപ്പം ഞങ്ങൾ മിമിക്രി അമേരിക്കൻ സ്റ്റേജിലൊക്കെ ഞങ്ങൾ സ്റ്റാർസൊക്കെ ചെയ്യും. ഞാൻ രാഹുലും കൂടെയാണ് സ്റ്റാർ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിയോട് 1 man ഷോ, പുള്ളിയുടെ ഒരു പ്രാസം, പിന്നെ ഈ കങ്കാരു നടക്കുന്നത്, ജിറാഫ് നടക്കുന്നത്, പട്ടി റോഡ് വട്ടം ചാടുന്നത്, എന്നു വേണ്ട എന്തും വേണ്ടി ഐറ്റംസാണ് കയ്യിലിരിക്കുന്നത്. ഇതുപോലെ ഇനി ഒരു കലാകാരനെ കാണില്ല, ഒരിക്കലുമില്ല. ഇത്രയും സ്റ്റോക്ക് വെച്ചിരിക്കുന്നു. നമ്മളുടെയൊക്കെ ഒരു ലിമിറ്റുണ്ട്. 10 സ്റ്റാർ കഴിഞ്ഞാൽ തീർന്നു, അല്ലെങ്കിൽ 2 ഇൻഡിവിജ്വൽ പെർഫോമൻസ് കഴിഞ്ഞാൽ വേറൊരു എനർജി അല്ലേ. അത് എത്ര നമ്മൾ ആ കയറുന്ന സമയം വരെ ചിലപ്പം പനി ഉണ്ടാകുമ്പോൾ മണിച്ചേട്ടൻ. പക്ഷെ ആ കയറി ഒരു ആന നടക്കുന്ന സംഭവം കാണിക്കുന്നു പറഞ്ഞാൽ എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഇത്രയും പവർ
എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റാത്ത ഒരു കലാകാരനാണ്. വലിയ തീരെ നഷ്ടമാണ് മണിച്ചേട്ടൻ്റെ. പ്രത്യേകിച്ച് നമ്മൾ അത് ഞാൻ ഒരിക്കൽ ഞങ്ങൾ പുള്ളി അമേരിക്കയിൽ വെച്ചിട്ട് ഈ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും ആ സിനിമ ഞങ്ങൾ അവിടെ ഇട്ടിട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പുതിയൊരു ഐറ്റം സ്റ്റേജിൽ ചെയ്യണം. അപ്പം എൻ്റെയൊക്കെ പറയണം, നീ അത് പഠിച്ചോ? ഞാൻ പറഞ്ഞു പഠിച്ചു. നിനക്ക് മണിച്ചേട്ടാ, ഞാൻ പറഞ്ഞു മണിച്ചേട്ടാ, ഇതിന് നമുക്ക് കിട്ടേണ്ടതായിരുന്നു അവാർഡല്ലേ എന്ന് പറഞ്ഞിട്ട്, നീ അത് പഠിച്ചില്ല നിനക്കൊരു അവാർഡ് ഞാൻ തരും കഴിയുമ്പോൾ, സ്റ്റേജിൽ കഴിയുമ്പോൾ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഭയങ്കര ഒരു സങ്കടമായിട്ട് പിന്നെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിച്ചേട്ടൻ മരിച്ചതിൻ്റെ ആദ്യ വർഷം മണി പുരസ്കാരം കൊല്ലത്ത് വെച്ചാണ്. എനിക്കത് മനോജ് ചേട്ടനുണ്ടായിരുന്നു, ഞാൻ പങ്കെടുത്തു. ഉണ്ട് മനോജ് ചേട്ടനുണ്ടെന്ന്. അന്ന് മരിച്ചു കഴിഞ്ഞിട്ട് മണിച്ചേട്ടൻ്റെ ഒരു പുരസ്കാരം തരിക, അതുകൊണ്ട് നിനക്കിത് കഴിഞ്ഞൊരു അവാർഡ് ഞാൻ തരും എന്ന് പറഞ്ഞതും അത് പറഞ്ഞതും ഒരു വല്ലാത്തൊരു വിഷമമായി പോയി. അത് ഭയങ്കര ആത്മബന്ധമാണ്. അറിയുന്നത് ഇപ്പം മണിച്ചേട്ടനാണെങ്കിലും അശോകൻ ചേട്ടനാണെങ്കിലും ആർഷികയാണെങ്കിലും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ സ്വരച്ചേർച്ച ഉണ്ടായാലും അടുത്ത ദിവസം ഞാൻ കണ്ടൊരു കാഴ്ച വളരെ എൻ്റെ ക്ലിയറായിട്ട് എനിക്ക് അനുഭവിച്ചറിഞ്ഞൊരു കാര്യം, ഒരു തലേ ദിവസം മണിച്ചേട്ടനെ ആദർശിക്കുകയും എന്തോ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വഴക്കുണ്ടായി. പുറത്ത് വെച്ചിട്ട് അമേരിക്കയിൽ വെച്ചിട്ട് എന്തോ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളായി. അങ്ങോട്ടും ഇങ്ങോട്ടും നീ പോടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കായി. രണ്ടുപേരും റൂമിലോട്ട് പോകുന്നു. അപ്പം ഞങ്ങൾ റൂമിലോട്ട് ഞാൻ പറഞ്ഞു, എന്തിനാ മണിച്ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളോടൊന്നും മിണ്ടിയില്ല. നാഷികയെക്കുറിച്ച് എന്താണെന്ന് നമ്മുടെയൊക്കെ പറഞ്ഞില്ല. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാരി കൊടുക്കുക. അതൊക്കെ ചെയ്യും അവിടെ നമ്മളപ്പോൾ ഞാനല്ലേ, അതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അളവലം. അശോകൻ ചേട്ടനും ഒരിക്കലും എന്തോ ഒരു കാര്യം, ഒരു സ്പൂണ് എല്ലാ കറിയിലും ഇട്ട് വിളമ്പിക്കൊണ്ട് അശോകൻ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും ഒരു 4-5 സ്പൂണ് സംഘടിപ്പിക്കാൻ മേലെ നീ ചോദിച്ചപ്പം അവിടെ നിന്നൊരു സ്പോൺസർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഈ സ്പൂൺ ഇട്ട് കഴിച്ചാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയില്ല കേട്ടോ, ഞങ്ങൾ കൂടുതൽ ചാട കാണിച്ചതെന്ന് പറഞ്ഞപ്പം മണിച്ചേട്ടൻ അവിടെ പ്രതികരിച്ചത് പറയാൻ പറ്റാത്തൊരു പ്രതികരണമാവും. എന്ത് ചെയ്യടാ ചേട്ടായി എന്ന് ചോദിച്ചിട്ടും എഴുന്നേക്കുക. അശോകൻ ചേട്ടൻ നമ്മൾ അവിടെയാണ് നമുക്ക് വേണ്ടി പറയാനും നമുക്ക് വേണ്ടി നിൽക്കാനും ഒക്കെ ഉള്ള. അശോകൻ ചേട്ടൻ്റെ ഒരു ഡയലോഗ് നമുക്കെടുക്കാം. നീ നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് പ്രോഗ്രാമിൽ വളരെ വൃത്തിയായിട്ട് അശോകൻ ചേട്ടൻ അനുകരിക്കാറുണ്ട്. അശോകൻ ചേട്ടൻ്റെ പാട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരെണ്ണം എല്ലാ പടത്തിലും ഈ അശോകൻ ചേട്ടൻ്റെ ഒരു ചെറിയ പീസ് പാട്ട് കാണും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ പടത്തിലും അത്യാവശ്യം കോമഡി ആയിട്ട് വരുന്ന പടത്തിലെല്ലാം പാട്ട് പാടിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇപ്പം വന്ന പടത്തിൽ പാട്ടുണ്ട്. ഇപ്പം കൈകാലവതില്ലാത്തവരാണ് ദൈവമേ, എന്തെങ്കിലും തരണേ, അമ്മോ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ മിക്ക പടത്തിലും പാടുന്നത്. താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കരുതേ സുപ്രഭാതോ, അങ്ങനെ ഓരോ പടത്തിലും ഓരോ പാട്ട്. ഡയലോഗ് മീശമാധവൻ്റെ ഡയലോഗ് ദിലീപ് പറയാൻ, നീ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി കാവ്യമാധവൻ്റെ ഒക്കെ ചെല്ലുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഈ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാർ ഓർമ്മ വരും. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂൾ കൂട്ടുമ്പോൾ കുറുപ്പ് മാഷിന് ഓർമ്മയില്ല, ചക്കര മാവ് നിറച്ച് മാമ്പഴം പഴുത്ത് തൂങ്ങിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കയറി. മാധവൻ മാവിൽ വലിഞ്ഞ് കയറി. മാവിൽ നിറച്ച് പുളിയനുറുമ്പായിരുന്നു. പുളിയനുറുമ്പ് കടിച്ചിട്ട് മാധവൻ നിലത്ത് വീഴുമ്പോഴും 2 ചക്കര മാമ്പഴവും മാരോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? അങ്ങനെ ഇന്ന യന്ത്രമൊന്നുമില്ല, ഒരു യന്ത്രം. അടിപൊളി. സൂപ്പർ. അശോകൻ ചേട്ടനായിട്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്യാറില്ലേ? ഒരുപാട്. ഞാൻ അശോകൻ ചേട്ടനായിട്ടൊക്കെ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള അശോകൻ ചേട്ടനൊക്കെ. ഓക്കെ. ഗൾഫിൽ പോകുമ്പോൾ എല്ലാ എയർപോർട്ടിലും ഇമിഗ്രേഷൻ കൗണ്ടറിൽ വെച്ച് രാജേഷിനെ പിടിച്ചുകൊണ്ട് പോകും. ശരിയാണോ? ശരിയാണ്. ഒരു 5-6 വർഷം നമ്മൾ അടുപ്പിച്ച് ഷോ പോകുമ്പോൾ എന്നെ കൂളായിട്ട് വിടുകയും രാജേഷിനെ പിടിച്ച് അവർ എന്ന് പറഞ്ഞ് വേറൊരു റൂമിലേക്ക് ഉണ്ടാവും. എന്താ അതിൻ്റെ രഹസ്യം? അത് മനോഹരൻ്റെ അതിനകത്തൊരു പങ്ക് മനോഹരനുണ്ട്. എനിക്കെന്ത് പങ്ക്? എനിക്കൊരു പങ്കുമില്ല. ഞാൻ പറയാം. അതായത് വെച്ചാൽ നമ്മളിവിടെ പോയത് ഷാർജയിൽ പോയപ്പോൾ, ഷാർജ എയർപോർട്ടിൽ പോയി നിന്നപ്പോൾ നമ്മുടെ ഗ്രീൻ ചാനലിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വരിക നമ്മുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്തിരി താഴ്ത്താണല്ലോ മറ്റേ സീൽ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ശരിക്കും ഇത് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ സ്റ്റാമ്പ് ചെയ്തപ്പോൾ മനോജേട്ടൻ്റെ പാസ്പോർട്ടിലാണ്. അതെ, എൻ്റെ പാസ്പോർട്ട് എടുത്ത് വെച്ചപ്പോൾ നീ എന്തിനാ കയറി നിന്നത്? അതുകൊണ്ട് എനിക്ക് പറ്റിയ എന്താ, നിന്റെ പാസ്പോർട്ട് എടുത്തു വെച്ചിട്ട് എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് സീൽ ചെയ്തു. നമ്മളെ ഇറക്കി വിട്ടു. തിരിച്ചു വരാൻ നേരത്ത്
എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ശരി വീഴുന്നില്ല. ടൂ അടിയാ കാരണം എന്റെ കണ്ണിന്റെ ടെസ്റ്റാ നിന്റെ പാസ്പോർട്ടിൽ ഇരിക്കുന്നെ. എന്റെ കണ്ണിന്റെ ടെസ്റ്റ് നിന്റെ പാസ്പോർട്ടിൽ, നിന്റെ കണ്ണിന്റെ ടെസ്റ്റ് എന്റെ പാസ്പോർട്ട്. പക്ഷെ എന്നെ ഒരു ലേഡി ഇറക്കി വിട്ടു. ഞാൻ നീ വന്നെ നോക്കിയപ്പോ നിന്നെ ഊടുപാട് പിടിക്കുക. അവിടെ എന്നെ പിടിച്ച് കൊണ്ടുപോയിട്ടൊരു ചില്ല് ഇട്ട ഞാൻ ഇന്നും ഓർക്കുന്ന നിന്റെ ദയനീയമായ ഒരു നോട്ടമുണ്ട്. തൂക്കിക്കൊല്ലാൻ ഒരാളെ കൊണ്ടുപോകുമ്പോ അല്ലേ, എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ വിട്ടു. നീ വരാൻ വേണ്ടി നോക്കിയപ്പോൾ നിന്നെ അവിടെ ഓഫീസേഴ്സ് ഓരോരുത്തർ വരുന്നു, നീ അവിടെ തെറ്റ് ചെയ്ത പോലെ അവിടെ ചർച്ച നടക്കുന്നു. അതൊന്നുമല്ല മനോട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പേടിച്ചത്. എന്നിട്ട് നീ അപ്പൊ ഞാനിങ്ങനെ നിന്നിങ്ങനെ നോക്കിയപ്പോൾ നിന്നെ ഇങ്ങനെ കൊണ്ടുപോവുക. ഞാൻ അങ്ങാറ്റത്ത് ഇങ്ങനെ മനോട്ടനെ ഇങ്ങനെ കൈ കാണിച്ചു. നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാനാന്ന് അറിഞ്ഞ എന്നെ പിടിച്ചോണ്ട് പോകുന്ന ഞാൻ അല്ല, അത് ഭയങ്കര ഇതായിപ്പോയി. കാര്യം പ്രോഗ്രാം കഴിഞ്ഞ് അത്രയും വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചപ്പം മുതൽ മനോട്ടൻ ഇങ്ങനെ അത് ഇവിടെ നടക്കുന്ന എന്താണ്, എന്റെ കൂടെ വന്ന ആളെ പിടിച്ചിട്ട് പോയി അങ്ങനൊന്നും. പക്ഷെ ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ, നിന്നെ സപ്പോർട്ടും ചെയ്ത എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ നിന്നെ അറിയാത്ത പോലെ അങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടൊരു റൂമിലിരുത്തി മനോട്ട. അവിടെയാണ് ഞാൻ പേടിച്ചത്. കുറേ പേര് ചർച്ച. ഞങ്ങൾ കുറേ ചിത്രങ്ങൾ കൊണ്ടുവന്നു, കുറേ പേരുടെ ചിത്രം, ഈ കുത്തു ഇട്ടിട്ടുള്ള ചിത്രം. എന്നിട്ട് അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരാളിങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കും ഇങ്ങനെ. ഇങ്ങനെ നോക്കും ഇടയ്ക്ക്. ഞാൻ ഈശ്വര ആരുടെയും മോഹം എൻ്റെ മുഖത്ത് വരല്ലേ ഈശ്വര. എൻ്റെ പ്രാർത്ഥന അതാ. കാര്യം നിസാര സംഭവമുള്ളൂ, ഇത് തെറ്റിപ്പോയെന്നുള്ള. ഇവർ നമ്മൾ കള്ള പാസ്പോർട്ടിലൊക്കെ ചെന്നൊക്കെ പറഞ്ഞ് പിടിച്ചകത്തിട്ട് പോയില്ലേ. അന്നൊന്നും നെഞ്ച് കത്തിപ്പോയല്ലേ? നെഞ്ച് കത്തിയതല്ല, അതിലും മേളിൽ എന്തെങ്കിലും ഉണ്ടേ അതുകൊണ്ട്. പക്ഷെ മനോട്ടർ ഇതൊക്കെ കൊടുക്കുന്ന പേടിയാന്ന് എനിക്കറിയാം. എനിക്ക് പേടിയാ. ഞാനപ്പോൾ ആലോചിക്കുക, ദൈവമേ മനോജേട്ടറാണ് ഇവിടെ വന്ന് ഇരുന്നായിരുന്നെങ്കിൽ ഒരു മോണിറ്ററിലൂടെ നമ്മൾ മനോട്ടറുടെ മുഖം കണ്ട ഞാൻ പേടിച്ചു. എന്തായിരിക്കും അവസ്ഥ? ഈ അടുത്ത കാലത്ത് ഏറെ തരംഗമുണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഒരുപാട് കലാകാരന്മാർക്ക് എന്താ പറയുക, ജീവിതം നൽകിയതാണ്. തീർച്ചയായിട്ടും അല്ലേ? ഒരുപാട് കലാകാരന്മാർ ആ പ്രോഗ്രാമിലൂടെ ഒരുപാട് പേര് വന്നു. രാജേഷ് VIP ടീമിലായിരുന്നു. ആരൊക്കെയായിരുന്നു? നെൽസൺ, നോബി, ബിനു, ഞാൻ, രാജേഷ്. ശരിക്കും ഞാനൊരു എന്താ പറയുക, നിർഭാഗ്യം എന്ന് കരുതുന്നൊരു എൻട്രി ആയിരുന്നു എൻ്റെ. നമ്മുടെ സുരാജിൻ്റെ അനിയനായിരുന്നു, അരുണായിരുന്നു. അപ്പം മരണപ്പെട്ടു പോയി. അപ്പം ആ ഒരു ഗ്യാപ്പിലേക്ക് ചെന്നതിൻ്റെ ഒരു വലിയ വിഷമം ഉള്ളിലുണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ ചെന്നത് കൊണ്ട് നമുക്ക് ഇവർക്ക് നമ്മളോട് വലിയൊരു കാര്യമായിരുന്നു. നമ്മൾ എല്ലാവരോടും സഹകരിച്ച് ഇങ്ങനെയൊക്കെ പോയതുകൊണ്ട് വലിയ ഇഷ്ടമാണ്. നല്ലൊരു ടീമായിരുന്നു, നല്ലൊരു കോമ്പിനേഷനുള്ള ടീമായിരുന്നു. നോബിയുടേതായിട്ടുള്ള കുറച്ച് കൗണ്ടർ, അതുപോലെ നെൽസൺ നല്ലൊരു പെർഫോമറാണ്. ഫീമെയിലിന് ഞാൻ ഒരുപാട് ഫീമെയിൽ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഡയലോഗുള്ള വേഷമാണെങ്കിൽ അവിടുത്തെ പെട്ടെന്ന് വരുന്നൊരു ഫീമെയിലിനെ പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ഫീമെയിൽ ചെയ്യാൻ വേണ്ടി അവിടെ കുറേ പേരുണ്ട്. നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ഹൈലൈറ്റുകൾ ഉണ്ടാവും. അതെ. അന്ന് ഏറ്റവും കൂടുതൽ കയ്യടി മേടിക്കുന്ന അന്ന് ഈ മണിച്ചേട്ടൻ നിറവാട് ക്ഷേത്രത്തിൽ ഷോ ചെയ്തപ്പം ഈ സ്പീഡിൽ സംസാരിക്കുന്ന, പ്രാസം വെച്ച് സംസാരിക്കുന്ന ഒരാളെ അവതരിപ്പിച്ചായിരുന്നു. അതെ. അപ്പോൾ അത് ഞാൻ കേട്ടു. അപ്പം ഞങ്ങളുടെ കുഞ്ഞോണ്ട് പറഞ്ഞു, കുഞ്ഞോണ ഇതുപോലെ പറഞ്ഞ എഴുതിയാൽ ഞാൻ പഠിച്ച് പറയാൻ പറ്റുന്നു. അതിന് പുള്ളി എഴുതിയത് ഒരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ. അത് ഇതുപോലെയായിരുന്നു. പോടാ പട്ടാപ്പൽ പാതിരാത്രി പൊട്ടിയ കുട്ടികൾ നമ്മളെ കെട്ടിപ്പിടിച്ചും കുട്ടി പൊട്ടിക്കറിഞ്ഞ് ഇട്ടാപോലെ വട്ടത്തിൽ തട്ടിക്കളിച്ച് നാട്ടി പാട്ടാടെ പൊട്ടി ആട്ടപ്പൊട്ട കല്ലെടുത്ത് പട്ടിയെറിഞ്ഞ പട്ടിക്ക് നോവും ടിപ് ടോപ്പ് പാട്ട് നടക്കുന്ന മട്ടാഞ്ചേരിയിലെ കുട്ടപ്പച്ചേട്ടൻ 8ാമത്തവൻ വലിയ വട്ടന്മാർക്കണക്ക് വലിയ മുട്ടം വടിയെടുത്ത് നാട്ടുകാരുടെ നട്ടലിട്ട് തട്ടും മുട്ടും കൊണ്ട പൊട്ടം വീട്ടിൽ വന്ന ചട്ടിയും ചട്ടവും മുട്ടേണ്ട് ഉരുട്ടിയിട്ട് പൊട്ടി ഇഷ്ടിയ കഷ്ണങ്ങളിട്ട് ഉരുട്ടിയിട്ട് വലിയ മുട്ടം ബെഡെടുത്ത് പെട്ടെന്നുള്ള പട്ടി കട്ടപ്പന കൊട്ട മേടിക്കാൻ പോയപ്പം കട്ടപ്പന കൊട്ടയില്ലാത്തതുകൊണ്ട് അപ്പുറത്തുള്ള കുട്ടപ്പഞ്ചാൻ്റെ കൊട്ട മുട്ടിച്ച പട്ടി കുട്ടപ്പഞ്ചാൻ്റെ കൊട്ട മുട്ടിക്കാൻ പോയപ്പം പട്ടിയെ കൊണ്ട് കട്ടയെടുത്ത് കൊട്ടയെ വെച്ച് ചട്ടനായ പൊട്ടനല്ലടാ വട്ടാ നീ അന്തിക്ക് ചിന്തിച്ചിരിക്കണം കോന്ത മന്ദകാലം വലിച്ച് മുന്തിരി കള്ളും കുടിച്ച് അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാം. പക്ഷേ സാധാ വാക്ക് പറഞ്ഞിട്ട് എനിക്ക് തെറ്റിപ്പോണ്. ഇതെങ്ങനെ ഇതൊരു വേറെ പവറാട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ പറയാൻ വരണം. അത് സാജൻ ചേട്ടനായിട്ട് സംഗമിത്ര കളിക്കുന്ന സമയത്താണ് ഷമ്മിത്തിലകനാണെന്ന് തോന്നുന്നു പറയുന്നത്. സാജ ഇങ്ങനെ മകാരം മാത്യു എന്ന് പറഞ്ഞ ഭയങ്കര രസമാണ്. മായെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സാജൻ അത് പഠിച്ചത് സാധനം ഭയങ്കര രസമായിരിക്കുന്നു. സാജൻ ചേട്ടൻ അത് പഠിച്ചിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ അത്ഭുതകരമായിട്ട്, അതായത് ഇത് എങ്ങനെ പറയണം നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സംഭവം സാജൻ ചേട്ടനെ. പിന്നെ എല്ലാം അന്ന് ഡെയിലി 28, 30, 32 പ്രോഗ്രാമൊക്കെ ഒരു മാസം സംഗമിത്രയ്ക്ക്. അപ്പം നാടകം ഇല്ലാത്ത സ്റ്റേജിൽ വരെ ഈ മിമിക്രി കയറ്റുമോ സാഞ്ചേട്ടൻ. എല്ലാ സ്റ്റേജിലും ഞാനിത് സൈഡിൽ പോയിരുന്ന് കേൾക്കും സാഞ്ചേട്ടൻ പറയുന്നത്.
ഇവരെ 3 പേരാണ് ഇത് കളിക്കണേ. പ്രസാദ്, മുഹമ്മദ്, ഷിഹാദ്, സാമ്പിളൂർത്തി. ഇതെല്ലാം ഞാനിത് സൈഡിൽ നിന്ന് കേൾക്കുക. അപ്പോൾ ഓരോ സ്റ്റേജിലും ഞാൻ ഓരോന്നിങ്ങനെ പഠിക്കുമായിരുന്നു. ആദ്യത്തെ പറഞ്ഞിട്ട് മ എന്ന അക്ഷരത്തിന് മഹാത്മ്യത്തെക്കുറിച്ച് മലയാളികളുടെ മൊഴിയാണ് മകാരം മാത്യു. 56 അക്ഷരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരമാണ് മലയാളി മക്കളെ മ. അമ്മ, ഉമ്മ, അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അമ്മ അങ്ങനെ മൊത്തത്തിലുണ്ട്. മ ശരീരത്തിൻ്റെ പ്രധാന അവയവങ്ങളെല്ലാം തന്നെ മായാണ്. മാറ്, മുതുക്, വന്ന് മസ്തിഷ്കം, മുടി, മൂക്കും, മുട്ട് മനസ്സിലേക്ക് തന്നെ മായുണ്ട്. മായുടെ മഹാത്മ്യത്തെക്കുറിച്ച് മൊഴി നമ്മൾ ആദ്യം മനസ്സിലോടിയെത്തുന്ന മണ്ണിലെ മൂലകങ്ങളെ മങ്ങടാതെ കാത്തിലാണ് മണ്ണൊലിപ്പ് തന്നെ മരങ്ങൾ വേണം. മരമില്ലാതായി പിന്നെ മഴയില്ലാതായി മാറും. മഴയില്ലാതായി പിന്നെ മണ്ണിയുടെ മോശം മരങ്ങളെ മുറിക്കുന്ന മരങ്ങളൊക്കെ ആയി കണ്ടാൽ മാനുഷാത ചൊല്ലി നമ്മൾ മാറ്റി നിർത്തണം. മരങ്ങളിൽ ആളിക്ക് വേണം, മരങ്ങളെ വളർത്തണം. മരമഹോത്സവത്തിനെ മറക്കണമെന്നല്ല മാനിക്കണമെന്നാണ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാ സിനിമാ നടന്മാരുടെ യൂണിയനായ അമ്മ. അതുകൊണ്ട് രണ്ട് കെട്ടിപ്പിടിച്ച സിനിമാ നടന്മാരെ കുറിച്ച് ആദ്യം പറയാം. 3 മലയാള മമ്മൂട്ടിയാണ് മലയാള സിനിമ മിന്നത്തിളങ്ങുന്ന ഒരു മെഗാതാരം. മധ്യവയസ്കനെ മാതൃപുരുഷനെ മാധവനെ മലയാള സിനിമയ്ക്കെത്തിയ മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞൾ വിരിഞ്ഞ പൂരിട്ട മഹാവില്ലനെ മലയാള സിനിമയ്ക്കെത്തിയ ഒരുമായുള്ള മോഹൻലാലിൻ്റെ മറമായമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് പറഞ്ഞു. എങ്ങനെയും പിടിച്ചു നീങ്ങണം, ഏത് വഴിയാണെന്നും എനിക്കറിയത്തില്ല. സിംഗർ വന്നില്ല, പെണ്ണ് വന്നില്ല. പടം മിമിസ്കാരമളയാണ്. ഞാനിതിങ്ങനെ കേട്ടു. അല്ല, ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അന്ന് നമ്മൾ നിലനിൽപ്പ് കാര്യം എങ്ങനെയെങ്കിലും കയറണം. ഇങ്ങനെ ഒരു ഹമ്മിങ്. ഉണരോ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളേ ഗായകൻ മലരേ നമ്മുടെ ട്രൂപ്പിൽ മോഹൻലാൽ, മമ്മൂട്ടി ഫസ്റ്റ് വരും. ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ നമ്മുടെ ഈ വടകര കഴിഞ്ഞിട്ട് കടപ്പുറത്തൊരു പരിപാടി. നമുക്ക് ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നതും വരാന്നോട്ട് വന്നില്ല. അപ്പൊ നിങ്ങൾ എന്നെ കളിയാക്കും. കാര്യം ഞാൻ ആ സമയത്ത് ഒരു നോട്ടമുണ്ട്, എല്ലാവരും നോട്ടുണ്ട്, ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു നോട്ടാണ് നോക്കണത്. അവസാനം അജയൻ മാടക്കൽ എന്ന് പറയുന്നൊരു കലാകാരൻ നിന്നെപ്പോലെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ മുഖം ഒരിക്കലും മോഹൻലാൽ ആവില്ല, ഒരിക്കലും ഇല്ല. പക്ഷെ അവിടെ മോഹൻലാൽ വന്നേ പറ്റുമെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും മോഹൻലാൽ ആവും. ശരിയല്ലേ? അങ്ങനെ നമുക്ക് കളിച്ചു പോകണം. നമുക്ക് നടത്തിയില്ലെങ്കിൽ ടൈറ്റിൽ നടത്താൻ പറ്റില്ല. ടൈറ്റിലാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്. അങ്ങനെ അജയ് മാടക്കൽ ആ ദൗത്യം ഏറ്റെടുത്തു. അവൻ ഒരിക്കലും മോഹൻലാലാവാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ ആരുമില്ലല്ലോ, ഇത് ലൈറ്റ് കുറച്ചിട്ടോ പുകയിട്ടോ അതിൻ്റെ ഉള്ളിൽ വന്ന് കളിച്ച് പൊക്കോട്ടെ. ഞാൻ അങ്ങനെ ഐറ്റം തുടങ്ങി, ഞാൻ അനൗൺസ് അത് കഴിഞ്ഞ് മാറി. അവിടെ ഞാൻ നോക്കിയപ്പോൾ മമ്മൂട്ടി വന്നു, മോഹൻലാൽ വരാൻ നോക്കിയപ്പോൾ തട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുക. ഞാൻ ഈ സൈഡിൽ നോക്കി, ഇത് ആരാ ദൈവം ഈ നിൽക്കണേ? നോക്കിയപ്പോൾ അവൻ എങ്ങാണ്ടെന്ന് ഒരു വിഗാണോ എന്താ, കാക്ക ചത്തിട്ട് തലയിൽ വന്ന് കിടക്കും ഒരു സാധനം ഇങ്ങനെയൊക്കെ വെച്ച് ഒരാൾ നിൽക്കണം. ഞാനിങ്ങനെ നോക്കി, ഇവനെന്നെ ഓർമ്മയുണ്ടോ? എൻ്റെ അല്ലെന്നൊരു മോഹൻലാൽ കണ്ടാൽ എന്നെ വെടിവെച്ച് കൊല്ലും. നീ എന്നെ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാണിക്കണത്. രാജേഷും ഞാനും ഒക്കെ ഏകദേശം ഒരു കാലഘട്ടത്തിൽ പ്രോഗ്രാം നടത്തി നമ്മൾ തുടങ്ങിയതാണ്. നമ്മൾ ബോംബെ ഷോകൾ, MG ശ്രീകുമാറിൻ്റെ കൂടെ ഒരുപാട് ഗൾഫ് ഷോകളൊക്കെ ചെയ്തിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട്. രാജേഷ് അന്നും ഒരുപാട് നടീനടന്മാരുടെ വോയിസ് അനുകരിക്കും. ഇന്ന് പുതിയ ജനറേഷൻ സ്പോട്ട് ഡബ്ബിംഗ് എന്ന് പറയുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എന്താണ് അതിലുള്ള വ്യത്യാസം? നമ്മളങ്ങനെ കുറച്ച് പറയുന്നതല്ല. ഈ പഴയ നടന്മാരും ഇപ്പോഴത്തെ ഒരു നടന്മാരും തമ്മിലുള്ളൊരു വ്യത്യാസമാണെങ്കിൽ പോലും നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞിപ്പം ശ്രീനിവാസൻ സാറിൻ്റെ ശബ്ദം, നമ്മൾ ഫസ്റ്റ് ഡയലോഗ്, അതായത് അമ്മാമ്മേ എന്ന് അല്ലെങ്കിൽ ദാസ അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യടിയാണ്. കാരണം പെട്ടെന്ന് കിട്ടി. അല്ലെങ്കിൽ അതേപോലെ പപ്പു ആണെങ്കിലും മൈദീനെ ഇത്രയും പറഞ്ഞാൽ മതി. അതെ, ഓക്കെ. പക്ഷേ ഇന്നത്തെ ഒരു വളരെ ഇപ്പം വിനായകൻ പറഞ്ഞോ, ഓക്കെ, വിനായകൻ ശരിക്കും ജനങ്ങളിലേക്ക് വന്നു. ബാക്കി കുറേ പേരുടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ടൈം എടുക്കണം. അതങ്ങനെ കയ്യടി വരാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ അതാണ് പ്രത്യേകതകളുണ്ട്. ഇപ്പം മുകേഷ് നടന്നൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതകൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് ഒരുപാട് സിനിമകളിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ചില നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സിനിമകളില്ല, അവരുടെ വോയിസ് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സിനിമകളില്ല. എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പം ഏറ്റവും പെർഫെക്ഷനായിട്ട് വന്നിരിക്കുന്ന മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് അതും ഇങ്ങനൊരു ആ നടൻ അതേതാണ് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. മാമുക്കോയ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മാമുക്കോയ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വന്നിട്ട്
എടോ കള്ളപ്പിള്ളേ എന്ന് പറയുമ്പോൾ മാമുക്ക് ആയി ആയി. അത് ആ ശൈലിയുടെയാണ്. അമരം അശോകൻ ചേട്ടന് ശബ്ദം തീർച്ചയായിട്ടും എനിക്ക് വളരെ ഭംഗിയായിട്ട് രാഷ്ട്രീയ സ്റ്റേജിൽ അവതരിപ്പിച്ച് കൈയടി വാങ്ങാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. ഒന്നെടുത്ത് കേൾക്കട്ടെ. ഇതൊരു മാതിരി മറ്റടുത്ത പരിപാടിയായി. രാധയ്ക്ക് ഓർമ്മയുണ്ട് പരീക്ഷ ജയിച്ച ഗുരുവായൂർ ഒരു ശാനപ്രശ്നം, പിന്നെ ഒരു പുഷ്പാഞ്ജലി. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. മുട്ടക്കിത്തിരി പൊട്ടി, കുഴപ്പമില്ല, ഒരു ചുംബനം തരൂ, കടവോട്ട് തന്നാൽ മതി, നാളെ തിരിച്ചു തന്നേക്കാം, പെണ്ണെ പോകല്ലേ. കറക്റ്റ്. അതുപോലെ തന്നെ വിജയരാഘവൻ ചേട്ടൻ ഇതുപോലെ ഇത്ര പവർഫുള്ളായിട്ട് വിജയരാഘവൻ്റെ ഡയലോഗ് ഇതായിരുന്നു, വീട്ടിലെ വിടിയിപ്പിക്കാനാ ഞാൻ വന്നേ, കാട്ടിൽ കയറി കൊമ്പനാനയുടെ കണ്ണി വെടി പൊട്ടിക്കുന്നോടാ കറിയാച്ചൻ, നിനക്കറിയില്ല എൻ്റെ മക്കളുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീണ നിന്റെ ഈ പെടലിക്ക് വേണ്ടി തലയിടാതില്ലടാ, പറയുന്ന കറിയാച്ചനാ ചേറാടി കയറിയാൻ. കറിയാച്ചനെയും ദൈവന്മാരെയും അനുസരിക്കാത്ത ഒരുത്തനെയും ഇവിടെ വാഴിക്കത്തില്ലടാ, അത് പട്ടാളമല്ല പോലീസാണെങ്കിലും വാഴിക്കത്തില്ലടാ. ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ഏതെങ്കിലും താരത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പലരും ചോദിക്കാൻ. വിനായകനെ ആണെങ്കിലും ഇപ്പൊ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കറക്റ്റാ. എനിക്ക് ഗ്ലാമറില്ല, സൗന്ദര്യമില്ല, കറുപ്പുവാ. ഇവൻ കറക്റ്റാ, നല്ല തീർച്ചയാ. സഹോ അത് സഹോൻ്റെ അമ്മ കൂടുതലുണ്ടെന്ന് തോന്നണം കേട്ടോ. അമ്മയില്ലാണ്ടായ അമ്മയെന്നൊന്ന് വിളിക്കാൻ കുതിക്കും. അപ്പോൾ ആ വിളിയേക്കാൻ ആരില്ലാണ്ടെന്നൊരു അവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടമാടാ. എനിക്ക് ഇന്നും വരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. സഹോ നീ നിൻ്റെ അമ്മയൊന്നും പറയലടാ. അങ്ങനെ പറയുന്നത് നല്ല